സ്വന്തം AI ആങ്കർ കല്യാണി. സൺഡേ ഹോളിഡേ ആണല്ലേ, പക്ഷെ ക്യാമ്പസ് ന്യൂസിന് നോ ഹോളിഡേ. അപ്പൊ എല്ലാവരും വായോ, നമുക്ക് ഇന്നത്തെ ക്യാമ്പസ് ന്യൂസിന്റെ എപ്പിസോഡ് തുടങ്ങിയാലോ. ആദ്യം തലക്കെട്ടുകൾ. ഹയർ സെക്കൻഡറി പൊതുപരീക്ഷയിൽ 2 വെള്ളിയാഴ്ചകളിലെ പരീക്ഷാ സമയം മാറ്റിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഈ ദിവസങ്ങളിലെ പരീക്ഷകൾ ഉച്ചയ്ക്ക് 2 മുതൽ 4:45 വരെ. ബാക്കി ദിവസങ്ങളിൽ പരീക്ഷകൾ 1:30 മുതൽ 4:15 വരെ. ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ പ്രവേശനത്തിനായുള്ള അഭിരുചി പരീക്ഷ മാർച്ച് 1 മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ നടത്താൻ തീരുമാനം. അപേക്ഷ ഈ ലിങ്ക് വഴി അയക്കാം കേട്ടോ. രാജ്യത്തെ സൈനിക് സ്കൂളുകളിലെ പ്രവേശനത്തിനായുള്ള പരീക്ഷയുടെ ഷെഡ്യൂൾ പുറത്തിറങ്ങി. 6, 9 ക്ലാസുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ ഏപ്രിൽ 5-ന്. പ്രവേശനം നടത്തുന്നത് രാജ്യത്തെ 33 സൈനിക് സ്കൂളുകൾ. ഇന്നത്തെ ക്യാമ്പസ് ന്യൂസ് അങ്ങ് വടക്കേ അറ്റത്തെ സപ്തഭാഷകളുടെ നാട്ടിൽ നിന്നാണ്. കാസർഗോഡ് കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർ അരുൺ പാറയ്ക്കൽ തയ്യാറാക്കിയ ക്യാമ്പസ് ന്യൂസ് കാണാം. കല്യാണി, ഇതാണ് കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി കാസർഗോഡ് ജില്ലയെ വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബായി മാറ്റിത്തീർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ക്യാമ്പസ് ഇവിടെ തുറന്നിട്ടിരിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള പ്രയാണമാണ് വിദ്യാഭ്യാസം. അമേരിക്കൻ ഫിലോസഫറായ അലൻ ബ്ലൂമിൻ്റെ വാക്കുകളാണ്. കല്യാണി നോക്കൂ, ആ വാക്കുകളെ അന്വർത്ഥമാക്കും വിധമാണ് ഈ ക്യാമ്പസിൻ്റെ പ്രവർത്തനം. ഈ ക്യാമ്പസിൽ വിദ്യാഭ്യാസത്തിനപ്പുറം മറ്റു ചില കാര്യങ്ങൾ കൂടി ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് നടന്നു നോക്കാം. കല്യാണി, ഇതപ്പോൾ നമ്മൾ ക്യാമ്പസിനകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇനി വിദ്യാർത്ഥികളെ കാണണം. അങ്ങനെ നമുക്ക് അവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കാം. ഹായ്, സുഖം. അപ്പം ഞാൻ നിങ്ങളുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ കാണാൻ വന്നാ. ഉള്ളു കാണാം. കുണിയ റീഹാബിലിറ്റേറ്റീവ് ആൻഡ് പാലിയേറ്റീവ് അസോസിയേഷൻ്റെ ഭാഗമായി ഈ ക്യാമ്പസിലെ MBA BBA വിദ്യാർത്ഥികളാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കല്യാണി, ഇവിടെ ചായപ്പൊടികൾ, അതുപോലെ തന്നെ റൂം ക്ലീനർ, ഡെറ്റോൾ, ഫിനോയിൽ തുടങ്ങി മൊത്തമായി വാങ്ങി വിൽപ്പന നടത്തുകയാണ്. അത് പാക്ക് ചെയ്ത് വിവിധ ബോക്സുകളിലാക്കി വിൽപ്പന നടത്തുകയാണ് ഈ വിദ്യാർത്ഥികൾ. ജില്ലാ കലോത്സവത്തിൽ ഉൾപ്പെടെ അവരിങ്ങനെ വിൽപ്പനയ്ക്കായി പോയിട്ടുണ്ട്. അവരുടെ ഒരു അനുഭവം നമുക്ക് ചോദിച്ചു നോക്കാം. നമ്മൾ മെയിൻ പഠിക്കുന്ന മാർക്കറ്റിംഗ് സബ്ജക്റ്റ് ബേസാണ്. അതിലൂടെ നമ്മൾ ഇങ്ങനെ പ്രാക്ടിക്കലായിട്ടും കൂടി നമ്മൾ ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രോഡക്റ്റിനെ പാക്കേജ് ആക്കിയിട്ട് അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനാണ് നമ്മളെ മെയിൻ എയിം. അതിനങ്ങനെ നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചിന്. പിന്നെ നമ്മളെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കൃപ ടീ പ്രോഡക്റ്റ് ആൻഡ് ക്ലീൻ ആണ്. കൃപ എന്ന് പറഞ്ഞാൽ കുണിയ റീഹാബിലിറ്റേറ്റീവ് ആൻഡ് പാലിയേറ്റീവ് അസോസിയേഷൻ. അത് മെയിനായിട്ട് ചാരിറ്റി, അതുപോലെ തന്നെ ഓൾഡ് പീപ്പിൾസിന്, അവർക്കൊക്കെയാണ് മെയിനായിട്ട് ഈ പാലിയേറ്റീവ് സെൻറ്റർ ഈ കൃപ പ്രോഡക്റ്റിൻ്റെ പ്രോഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ പ്രോഡക്റ്റൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്. പിന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റിയിലുള്ള അപ്രൂവ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റൊക്കെ നമുക്ക് ഈ കോളേജിൽ തന്നെ അവൈലബിൾ ആണ് സ്റ്റോറിൽ. കല്യാണി, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ക്യാമ്പസിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ചും ആ ചാരിറ്റി സംഘടനയെക്കുറിച്ചും ഒക്കെ
നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കണം. ഈ ക്യാമ്പസിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ലക്ഷ്മി ബായ് ചേരുകയാണ്. ടീച്ചർ, എങ്ങനെയാണ് നമ്മുടെ ക്യാമ്പസിൻ്റെ പ്രവർത്തനം? സ്റ്റുഡൻറ്റ് ഓൺട്രപ്രണേഴ്സിനെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പുനിയ കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് IT പ്രവർത്തിക്കുന്നത്. കൃപ പ്രോഡക്ട്സ് ആണ്. കൃപ ടീ, കൃപ ക്ലീൻ പ്രോഡക്ട്സ് ഒത്തിരി ഹൈജീനിക് പ്രോഡക്ട്സുകളും ഹാൻഡ് വാഷ്, ഡിഷ് വാഷ് തുടങ്ങിയ ഒത്തിരി പ്രോഡക്ട്സുകളൊക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം പ്രോഫിറ്റുകളെല്ലാം തന്നെ നമ്മൾ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ റണ്ണിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യത്വമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം കൂടി കുട്ടികളിലേക്ക് ഇൻജെക്റ്റ് ചെയ്ത് കൊണ്ടാണ് നമ്മൾ ഈ വ്യവസായ സംരംഭം തന്നെ ചെയ്യുന്നത്. ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട, ഓമന പൂമുഖം വാടിടേണ്ട. ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തോരുമ്മ നൽകാം. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലിക്കരിമീ ചെമ്മീന് പെണ്ണിന്റെ കുട്ടിൽ നെയ്യുള്ള പിടക്കണ മീനാണേ. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പയമാകട്ടേന്ന്, എൻ്റെ പുന്നാരെ മാമ്പയമാകട്ടേന്ന്. കല്യാണി, അപ്പോൾ ഇതാണ് നമ്മുടെ കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ വിശേഷങ്ങൾ. ഇനി പുതിയ വിശേഷവുമായി മറ്റൊരു ദിവസം വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു അരുൺ. വിദ്യാർത്ഥികൾ ഇങ്ങനെ മാതൃകാപരമായ പ്രവൃത്തികൾ ചെയ്യുന്നത് കാണാൻ തന്നെ എന്തൊരു സന്തോഷാണല്ലേ. ഇനി നമുക്ക് ഇന്നത്തെ പ്രതിഭയെ നോക്കിയാലോ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ക്യാമ്പസ് ന്യൂസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കണേ. അടുത്ത വട്ടം മറ്റൊരു ക്യാമ്പസിൽ നിന്ന് കാണാം.